കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങി. ഞാനത് കണ്ടില്ല കേട്ടോ. ഞാൻ ആ സിനിമ കണ്ടിട്ടേ ഇല്ല. കാരണം അത് കമ്മ്യൂണൽ ഹേറ്റ്രഡ്, അതായത് വർഗീയ വിഷം നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് റിസർച്ച് ചെയ്തിട്ട് BJPക്ക് വേണ്ടി നിർമ്മിച്ചേക്കുന്ന ഒരു ചിത്രമാണ്. അതെല്ലാവർക്കും അറിയാം അതിനു വേണ്ടിയാണെന്ന്. അതിനകത്ത് പറഞ്ഞ കേരളത്തിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പെൺകുട്ടികളെല്ലാം, അതായത് മറ്റ് ജാതികളിൽപ്പെട്ട പെൺകുട്ടികളെല്ലാം ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർ കൊണ്ടുപോയിട്ട് അവരെ ഉപയോഗിച്ചതിന് ശേഷം അവർ ഭീകര സംഘടനകൾക്ക് കൈമാറുന്നു എന്നുള്ള ഒരു പ്രമേയം കൊണ്ടുവരികയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഇത് കുറേ അച്ഛന്മാർ ഇതങ്ങോട്ടങ്ങ് നടന്നു കേട്ടോ. ഇത് അതായത് ലവ് ജിഹാദ് അതാണിത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് അതൊരു സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്ന് കുറേ അമ്മമാർ പറയുന്നുണ്ട്. അത് സിനിമയായിട്ട് കാണുക, സിനിമയായിട്ട് കാണണം, എളുപ്പമുണ്ട് പറയാൻ. തോന്നിയ ദിവസമെല്ലാം എഴുതി വെച്ചിട്ട് സിനിമയായിട്ട് കാണാൻ. അതിന് പറഞ്ഞെന്താണ്, ഇത് നടന്ന സംഭവങ്ങളാണ്. കേരളത്തിൽ നിന്നും അതിനാദ്യം പരസ്യം വന്ന 32,000 പെൺകുട്ടികളെ, ഇതേപോലെ അന്യമതങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ ഇവിടുത്തെ മുസ്ലിം ഭീകരരെ കൊണ്ടുപോയി മതം മാറ്റി അവരെ ഇതേപോലെ കൈമാറി ഭീകര സംഘടനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 32,000. അവസാനം അതിൻ്റെ കണക്ക് ചോദിച്ചു, കേസാവുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ 32,000 എന്ന് പറഞ്ഞ തെറ്റിപ്പോയത് 3. 32,000 3ആയിട്ട് അതപ്പതിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത് ആ സിനിമയായിട്ട് കാണണം എന്ന് ഇവരൊക്കെ പറയുന്നതിൻ്റെ കാരണം. 32,000 3ആയിട്ട് അതപ്പതിക്കുന്നു നമ്മൾ കണ്ടതാണ്, തീർന്നു അവിടെ. ഇനി ഒന്നും വേണ്ട, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. ഈ അടുത്ത സമയത്ത് അരുണാചൽ പ്രദേശിൽ വെച്ചിട്ട് 3 മലയാളികൾ മരിച്ചു. അത് വിച്ച്ക്രാഫ്റ്റ്, അന്യഗ്രഹങ്ങളിൽ പോയി ജീവിക്കാൻ വേണ്ടി പോയ ആളുകളാണ് കേട്ടോ. ഇവിടുത്തെ സത്യത്തിൽ അവരെ നല്ലതായിരിക്കാം, കാരണം ഇവിടെ ആർക്കും മനുഷ്യന് ജീവിക്കാൻ ഒക്കാത്ത കാര്യമായി. അതുകൊണ്ട് അന്യഗ്രഹങ്ങളിൽ പോയി ജീവിക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചതാണ്, റിസർച്ച് ചെയ്തതാണ്. അതിൽ ഈ മരിച്ചവനെന്ന് പറയുന്ന ഒരു പുരുഷനും 2 സ്ത്രീകളുമാണ്. ഈ പുരുഷനെന്ന് പറയുന്ന ആരാണ്? അവൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ടതല്ല. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും മുസ്ലിം അല്ല, രക്ഷപ്പെട്ടു ഈ സമൂഹം. അവനെ 2 ഹിന്ദു പെൺകുട്ടികളെ, അതായത് ഒരു ഹിന്ദു സ്ത്രീയെ, അതിനെ ഒരു വളരെ ചെറുപ്പക്കാരി 26 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, ഇതിനെ 2നെ അവൻ റെഡിയാക്കി എടുത്തു. എന്നിട്ട് കൊണ്ടുപോയി. ഈ ജിഹാദ് ഏതാണ്? ഇതെന്ത് ജിഹാദാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അച്ഛന്മാരുണ്ടല്ലോ, ഇതിൻ്റെ പുറകെ നടക്കുന്ന മെത്രാൻ ഒന്ന് പറയണം ഇത് ഏത് ജിഹാദിൽപ്പെടുമെന്ന്. അതെന്താ? അയാൾ കൊണ്ടുപോയ ജിഹാദല്ലേ? ഇതൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ ഉണ്ടാകുന്നത് എല്ലാ പെൺകുട്ടികളെ ഇതുപോലെ കൊണ്ടുപോയി മൊത്തം വിഷ്ക്രാഫ്റ്റ് നടത്തി, അത് ചെയ്തു ഇത് ചെയ്തു, മുസ്ലിങ്ങളുടെ തൊഴിൽ ഇതാണ് എന്ന് പറഞ്ഞവനെല്ലാം ഇനി വെളിയിലിറങ്ങിയത് നെഞ്ചും ഭരിച്ചു. ഇപ്പം മിണ്ടുന്നില്ലല്ലോ. ഈ ജിഹാദ് ഏതാണ്? അയാളൊന്ന് പറയട്ടെ ഇത് ഏത് ജിഹാദാണെന്ന്. അപ്പോൾ ഇതാണ് കേരള സ്റ്റോറി. എന്നിട്ട് മാത്രമല്ല, A സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പടമാണ് അത്. എന്ന് പറഞ്ഞാൽ എന്താണ് A സർട്ടിഫിക്കറ്റ്? 18 വയസ്സ് തികഞ്ഞ് അതിന് മുകളിലുള്ള ആളുകൾ മാത്രം കാണേണ്ട ചിത്രമാണ്. അത് എവനൊക്കെ ഇട്ടിട്ട് സെമിനാരിയിൽ ഈ പഠിപ്പിക്കുന്നിടത്തും അവിടെ ഇവിടെയൊക്കെ കൊണ്ടിരുന്നിട്ട് പെൺകുട്ടികളെ, കൊച്ചു പിള്ളേരെ കാണിക്കാൻ ഉപയോഗിച്ചു ഈ പടം. അത് വേറെ കാര്യങ്ങൾക്ക് കൂടെ വേണ്ടിയാണ് ഈ കാണിക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. A സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഫിലിം ഇതുപോലെ കാണിച്ചതിന് എവൻ്റെയൊക്കെ പേര് കേസെടുക്കണ്ടേ? യഥാർത്ഥത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും പോക്സോയും അടക്കമുള്ള ഒഫൻസ് എടുത്ത് ഇവൻ്റെയൊക്കെ പേര് കേസെടുക്കണം. ഇത് കാണിച്ചോണ്ടേ. ഇനി ഇത് പറയുന്നത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല, അത് വേറെ കാര്യം. ഞാൻ മുസ്ലിം തന്നെയാണ്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് കണ്ടിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പറഞ്ഞു കേട്ടതും ഇതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയതേ ഉള്ളൂ. കാണാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കാണാത്തതാണ് ഇത്. മറ്റേത് ബോധവൽക്കരണത്തിന് വേണ്ടി കാണിക്കുകയാണ് ഈ കേരള സ്റ്റോറി. അവിടെ ബോധവൽക്കരിക്കാനാണ് A സർട്ടിഫിക്കറ്റ് ഉള്ള പടം കൊച്ചുങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അത് കാണിച്ച് ബോധവൽക്കരിക്കാനാണ്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കരുതെന്നാണ്, ഇല്ലാത്ത ഒരു കാര്യം കേട്ടോ. ആ പറഞ്ഞു വെച്ചിട്ട് കമ്മ്യൂണൽ ഹേറ്റ്രഡ് ഉണ്ടാക്കാൻ വേണ്ടി തൽപര കക്ഷികൾ ചെയ്യുന്ന വൃത്തികേടാണ് ഇത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ സർക്കാർ ഇടപെട്ട്, ഗവൺമെൻറ് ഇടപെട്ട് നിരോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കൊച്ചുങ്ങളെ കാണിക്കുന്നത്, തോന്നിവാസം പോലെ കാണിക്കുന്നത്. ആ കാണിച്ചവന്മാരുടെ പേരിൽ ഇവർക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ ഗവൺമെൻറ് കേസെടുക്കണം. കാരണം A സർട്ടിഫിക്കറ്റ് ഉള്ള ഫിലിം 18 വയസ്സിന് താഴെയുള്ളവരെ കാണിച്ചതിന്. അതിന് പകരമായിട്ടിപ്പോൾ ദ ക്രൈ ഓഫ് ദ ഓപ്രസ്ഡ് എന്ന പേരിൽ മണിപ്പൂർ സ്റ്റോറി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ വർഗങ്ങൾ തമ്മിലുള്ള വിദ്വേഷം വർദ്ധിക്കും, വിടവ് കൂടും എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഇതുകൊണ്ടുണ്ടോ?